Hello friends, welcome back. Today we will just continue with the bioinformatic tool, the fourth type, the prediction tool. Here we will be studying about the first category, that is gene finding. This is the first tool of prediction type tool. പേരിന് അറിയാലോ, gene find ചെയ്യാം. Gene means we know that it is the sequence in the sequence within the DNA which code for a protein. That means which have a part of DNAs which have when it is being expressed, it have some function to it code for a protein. It have some function. It is expressed. That means ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും എക്സ്പ്രസ്ഡ് അല്ല, ചില പോർഷൻസ് മാത്രം എക്സ്പ്രസ്ഡ് ആണ്. അപ്പോൾ ആ പോർഷൻസ് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന റീജൻസിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഒരു ബയോളജിക്കൽ ഫങ്ഷൻ ഉണ്ടാവും. സോ ഒരു ജീൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഡി എൻ എ സീക്വൻസ് ഉണ്ടെങ്കിൽ, ഒരു ക്വയറി സീക്വൻസ് ഉണ്ടെങ്കിൽ അതിലുള്ള ജീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെ പ്രിഡിക്റ്റ് ചെയ്യാം എന്നുള്ള ടൂളാണ് ജീൻ ഫൈൻഡിങ് ടൂൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ജീൻ എന്ന് പറയുമ്പോഴേക്ക് നമുക്കറിയാം, അതിൽ കുറേ ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് പോർഷൻസ് കാണും. ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് റീജൻ കാണും, ഒരു പ്രൊമോട്ടർ സൈറ്റ് കാണും, ഒരു ടെർമിനേഷൻ സൈറ്റ് ഉണ്ടാവും, ഒരു എൻസൈം ബൈൻഡിങ്, ദാറ്റ് ഈസ് എൻസൈം ടോപ്പോഐസോമറേസ് ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും, പോളി അഡിനലേഷൻ സൈറ്റ് ഉണ്ടാവും, റൈബോസോം ബൈൻഡ് ചെയ്യാൻ പറ്റിയ സൈറ്റ് ഉണ്ടാവും. ആൻഡ് ഇതെല്ലാം ഇതെല്ലാം ഒരു ജീനിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഒരു ജീനിൽ കാണും. അപ്പം അതിന് വെച്ചിട്ടായിരിക്കും ഒരു ജീനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന റീജൻസിനെ വി ക്യാൻ കോൾ ഇറ്റ് എസ് സിഗ്നൽസ്. ആൻഡ് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സിഗ്നൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഒരു ജീൻ എന്ന് പറയുമ്പോഴേക്കും അതിന് ഒരു ജീനാണല്ലോ പ്രോട്ടീൻ ആവണം. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി ഉള്ള ചില റീജൻസ് ഈ ജീനിൽ കാണും. ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പ്രോട്ടീൻ ഉണ്ടാവുന്നത്, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാൻ പ്രോട്ടീൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കോഡോൺ കാണും, പ്രൊമോട്ടർ റീജൻസ് കാണും, ടെർമിനേഷൻ ആയിട്ടുള്ള സൈറ്റ്സ് കാണും, എൻസൈം ബൈൻഡിങ് ടോപ്പോഐസോമറേസ് സൈറ്റ്സ് കാണും, പോളി അഡിനലേഷൻ സൈറ്റ്സ് കാണും, റൈബോസോം ബൈൻഡിങ് സൈറ്റ്സ് എല്ലാം കാണും. അപ്പോൾ ഇങ്ങനത്തെ ഈ പറയുന്ന സൈറ്റ്സിനെയൊക്കെ നമുക്ക് സിഗ്നൽസ് എന്നും അതിനെ ഐഡൻറ്റിഫൈ യൂസ് ചെയ്യാൻ സെൻസേഴ്സിനെ സിഗ്നൽ സെൻസേഴ്സ് എന്നും പറയാം. ഇനി സീക്വൻസിൽ തന്നെ പ്രോട്ടീനെ കോഡ് ചെയ്യാൻ പറ്റിയ റീജൻസും കാണും, എക്സോൺസും ഇൻട്രോൺസും കാണും. ഒരു ഡി എൻ എ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സോൺസും ഇൻട്രോൺസും കാണും. അതാണല്ലോ നമ്മളുടെ കണ്ടൻറ്റ്. അപ്പോൾ അതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ചില സെൻസേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ്. വി കോൾ ഇറ്റ് എസ് കണ്ടൻറ്റ് സെൻസേഴ്സ്. ഒരു പ്രോക്യാരിയോട്ട് ആണ് ഒരു പ്രോക്യാരിയോട്ടിൻ്റെ ഡി എൻ എന്ന് ജീൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അത് ഈസിയാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ഹാവിങ് എക്സോൺസ്. ആ ഡി എൻ എയിൽ ഇൻട്രോൺസ് ഉണ്ടാവത്തില്ല, കോഡ് ചെയ്യാത്ത റീജൻസ് കാണത്തില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പൺ റീഡിംഗ് ഫ്രെയിം കാണാൻ പറ്റും വിത്ത് എ സ്റ്റാർട്ട് കോഡോൺ വിച്ച് എൻഡ്സ് വിത്ത് എ സ്റ്റോപ്പ് കോഡോൺ. അപ്പോൾ അത് ഈസി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ ആൻഡ് ദേ ഹാവ് ജീൻ റെഗുലേറ്ററി സിഗ്നൽസ് ദാറ്റ് ഈസ് ഈസി ടു ഐഡൻറ്റിഫൈ. ദാറ്റ് മീൻസ് പ്രോക്യാരിയോട്ടിൻ്റെ കേസിൽ ജീൻ ഫൈൻഡിങ് ഈസിയാണ്. പക്ഷേ വെൻ വി കം ടു ദി നെക്സ്റ്റ് കേസ്, that is in the eukaryotes, it's little bit difficult. Why? Because eukaryote ഒരു ഡി എൻ എ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻട്രോൺസ് എക്സോൺസ് ആയിട്ട് ഇടകലർന്നാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു റീജൻ, ഒരു ഡി എൻ എയിലെ റീജനെയാണ് നമ്മൾ എക്സോൺ എന്നും അത് കോഡ് ചെയ്യാത്ത റീജനെ ഇൻട്രോൺസ് എന്നും അല്ലെങ്കിൽ ജങ്ക് ഡി എൻ എ എന്നും പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സ്പ്ലിറ്റ് ജീൻസ് എന്നും നമുക്ക് വേണമെങ്കിൽ ആ സീക്വൻസിന് ഡി എൻ എ സീക്വൻസ് ഓഫ് യൂക്യാരിയോട്ടിന് സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് സ്പ്ലിറ്റ് ജീൻസ് എന്നും പറയാം. അപ്പോൾ സ്പ്ലിറ്റ് ജീൻസ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ദി ഓപ്പൺ റീഡിങ് ഫ്രെയിംസ്. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് നോൺ കോഡിംഗ് ആയിട്ടുള്ള ജങ്ക് ഡി എൻ എയും കാണാറുണ്ട്. ആൻഡ് ദ സിഗ്നൽസ് ആർ ഓൾസോ മോർ കോംപ്ലെക്സ് ആൻഡ് ഡിഫിക്കൾട്ട് ടു ഐഡൻറ്റിഫൈ. പ്രോക്യാരിയോട്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിഗ്നൽസ് ആർ വെരി ഈസി ടു ഐഡൻറ്റിഫൈ. ബട്ട് ഹിയർ ഇൻ യൂക്യാരിയോട്ട് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്.
ഇനി ഇത് അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വാട്ട് ഈസ് ജീൻ ഫൈൻഡിങ് എന്നുള്ളത്. അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യാൻ വി ആർ ഹാവിങ് സം ടൂൾസ് ഇൻ ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പോൾ പ്രിഡിക്ഷൻ ടൂൾസ് ഉപയോഗിച്ച് സിഗ്നൽ സെൻസേഴ്സും ഉണ്ടാവും, കണ്ടൻറ് സെൻസേഴ്സും ഉണ്ടാവും, ആൻഡ് വിത്ത് വിച്ച് ദേ ഐഡൻറ്റിഫൈ ദി ജീൻ. അതിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ജെൻസ്കാൻ. This is a program actually which was used to predict a complete sequence, and that can identify introns, exons, promoters, poly signals, etc. ഇനി ജെൻസ്കാൻ അല്ലാതെ വേറെ ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജീനി, ജെൻലാങ്, ഗ്രെയിൽ, ജെൻലിഡ് എന്നൊക്കെ പറയുന്നതെല്ലാം ജീൻ ഫൈൻഡിങ് ടൂൾസ് ആണ്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് പ്രിഡിക്ഷൻ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, SNP പ്രിഡിക്റ്റ് ചെയ്യുന്ന ടൂൾസാണ്. അപ്പോൾ ഈ ടൂൾസിനെ പറ്റി പറയുന്ന മുമ്പ് വി ഷുഡ് നോ വാട്ട് ഈസ് SNP. ഈ പിക്ചറിൽ നോക്കി അറിയാൻ പറ്റും. എ ഉണ്ടായ സ്ഥലത്ത് എ ഈസ് വൺ ഓഫ് ദി ന്യൂക്ലിയോടൈഡ്. എ എ ഉണ്ടായ ഒരു പോർഷനിൽ എ ഈസ് എ ബേസ്, നൈട്രജൻ ബേസ്. അപ്പോൾ ആ പോർഷനിലുള്ള ന്യൂക്ലിയോടൈഡ് DNA സീക്വൻസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡ് അടക്കി വെച്ചേക്കണേണല്ലോ. അപ്പോൾ എ ഉള്ള ഒരു ന്യൂക്ലിയോടൈഡ് ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ബേസ്, അല്ലെങ്കിൽ അനദർ ബേസ് ലൈക്ക് എ ഈസ് റീപ്ലേസ്ഡ് ബൈ G ഇൻ ദിസ് മാൻ, ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ T ഇൻ ദിസ് മാൻ. അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ പോളിമോർഫിസം, ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുന്ന ഒരു വേരിയേഷൻ, അതിനെയാണ് നമ്മൾ SNP എന്ന് പറയണത്. SNP വരുമ്പോൾ we know that because DNA sequence or nucleotide sequence is very important to for the expression into a protein. ഇപ്പോൾ അതിൽ ചേഞ്ച് വരുമ്പോൾ there will be change in the amino acid too. അമിനോ ആസിഡിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇഫക്റ്റ് ദി ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ ഫോർമേഷൻ വേരിയേഷൻ വരുമ്പോൾ, സ്ട്രക്ചറിന് വേരിയേഷൻ വരുമ്പോൾ ഫങ്ഷന് അത് ഇഫക്റ്റ് ചെയ്യും. ആൻഡ് SNPs ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഹോം പേജ് നമ്മുടെ NCBIയിൽ കാണാം. ആൻഡ് ദിസ് ഇസ് ദി ലിങ്ക് ഫോർ ദി SNP ഐഡൻറ്റിഫിക്കേഷൻ ടു ദി ലിങ്ക് home page. And we can see SNP is one of the most common variation that is seen in both protein coding region exons മാത്രമാണ് കാണാനല്ല, എവിടെ വേണമെങ്കിലും ഈ ഒരു പോളിമോർഫിസം വരാം. So it is the most common genetic variation which is seen between two organisms both in the protein as well as non-coding regions. സോ ആസ് ഐ സെഡ്, ഒരു ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ് ചേഞ്ച് ചെയ്യണതോടെ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫങ്ഷൻ, ഒരു പ്രോട്ടീൻ ഫങ്ഷൻ അത് ഓൾട്ടർ ചെയ്യും. സോ ഈ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫ്, ഈ SNPനെ നമുക്ക് വേണമെങ്കിൽ ജീനോമിക് ബയോ മാർക്കർ എന്ന് പറയാം. There are so many tools available. GenSNP is an online tool that identify SNP in test DNA. SNPs ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് GenSNP. ഇനി ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറൻസിക്സിൽ ആപ്ലിക്കേഷൻ കാണും, ഡിസീസ് ഫീൽഡ്, മെഡിക്കൽ ഫീൽഡിൽ കാണാം, ഫാർമോക്കോ ജീനോമിക്സ്, ഡ്രഗ് ഡിസ്കവറിയിലും ഈ SNPsന് റോളുണ്ട്. ഫോറൻസിക്സിൽ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DNA, ഒരു ഡിസ്പ്യൂട്ടഡ് കേസിലുള്ള DNA, ഒരു സസ്പെക്റ്റിൻ്റെ DNAയിലുള്ള SNPs ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ DNA ഫിംഗർ പ്രിൻറ്റിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും the usage of SNP in the field of forensics is slightly been reduced. പക്ഷേ ഈ SNPsന് ഫോറൻസിക് ഫീൽഡിൽ ഫ്യൂച്ചറിൽ ഒരു ഉപയോഗം കാണാറുണ്ട്. ലൈക്ക് ക്ലൂസ് ലൈക്ക് ഐ കളറിൻ്റെ ബേസിസിലോ ഹെയർ കളർ, എത്നിസിറ്റി, അതിൻ്റെയൊക്കെ ബേസിസിൽ SNPsന് വേരിയേഷൻ കാണും. അപ്പോൾ ആ ഒരു ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇൻ ദ ഫ്യൂച്ചർ. ഇനി നെക്സ്റ്റ് ഡിസീസ് മെഡിക്കൽ ഫീൽഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം SNPs ഇപ്പോൾ ഒരു പൊസിഷനിൽ ഒരു ന്യൂക്ലിയോടൈഡ് ചേഞ്ച് ചെയ്താൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ തന്നെ മാറിപ്പോകാറുണ്ട്. ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മേ ബി ആൻ എൻസൈം. അപ്പോൾ ഈ എൻസൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഒരു മെറ്റബോളിക് സൈക്കിൾ തന്നെ ചിലപ്പോൾ ഓൾട്ടേർഡ് ആയി പോവാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് ദർ ഈസ് എ SNP ഇൻ എ പേഴ്സൺ, ഇഫ് എ പേഷ്യൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് പെർഫെക്റ്റ്ലി, വി ക്യാൻ മാനേജ് ടു give a drug accordingly. ഇനി ഫാർമക്കോ ജീനോമിക്സ് എന്ന് പറയുമ്പോൾ
ഒരു പേഴ്സണലൈസ്ഡ് ഡ്രഗ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ SNPs ഉപയോഗിക്കാം. ലൈക്ക് ഡ്രഗ് ഡിസ്കവറിക്കും SNPs ഉപയോഗമുണ്ട്. പല ആൾക്കാർക്ക് പല ടൈപ്പ് ഓഫ് SNP. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ദാറ്റ് വാസ് ബീൻ ഐഡൻറ്റിഫൈഡ്, അതനുസരിച്ചുള്ള ഡ്രഗ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ദി SNPs. ഇനി ഒരു മൂന്നാമത്തെ ഒരു കേസിൽ തേർഡ് കാറ്റഗറി ഓഫ് പ്രിഡിക്ഷൻ ഇസ് സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സ്ട്രക്ചർ അനാലിസിസ് ആൻഡ് ഇതിനെ നമുക്ക് സ്ട്രക്ചർ അനാലിസിസും പ്രിഡിക്ഷൻ ടൂളായിട്ടും പറയാം, സ്പെഷ്യലി പ്രോട്ടീൻ സ്ട്രക്ചർ പ്രിഡിക്ഷൻ. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ഹൈഡ്രോഫോബിസിറ്റി പ്രിഡിക്ഷൻ. ഒരു പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ അത് that determines primary structure അറിയാലോ, amino acid sequence, and that determines how that particular sequence will fold to form the primary, secondary and the tertiary structure. അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യണത്, അതെങ്ങനെയായിരിക്കും ഒരു ഹെലിക്സ് ഫോം ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്ലേറ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, ദാറ്റ് ഇസ് സെക്കൻഡറിയോ ടെർഷ്യറിയോ അല്ലെങ്കിൽ ക്വാട്ടർണറി സ്ട്രക്ചറായി മാറുന്നത് is being determined by the amino acid sequence on the primary structure. And that has also been contributed, bending it's also been contributed by the bonds, that is amino acid sequence മാത്രമല്ല, the bonds between them, interactive bonds like hydrogen bonds, sulfide bonds, ionic interactions, hydrophobicity, hydrophilicity, van der Waals force, etc. So that means the structure of primary structure of a protein can be used to determine അല്ലെങ്കിൽ predict the secondary tertiary structure based on using the characters like charge, the hydrophobicity, hydrogen bonding potential, etc. of the primary structure. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ we should know what is hydrophobicity. പേരിൽ തന്നെ അറിയാലോ, വാട്ടർ ഹീറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫിയർ ഓഫ് വാട്ടർ. ആൻഡ് ദിസ് ഷോസ് ദി capacity of that compound to stay away from water. അല്ലെങ്കിൽ it also indicates the solubility in water. എത്രത്തോളം ഹൈഡ്രോഫോബിസിറ്റി ഉണ്ടാവും അത്രത്തോളം ഇൻസോല്യൂബിൾ ആയിരിക്കും ദാറ്റ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി വെൽ യൂസ്ഡ് ടു പ്രിഡിക്റ്റ് ദി സ്ട്രക്ചർ ഓഫ് എ primary structure of a അല്ലെങ്കിൽ using the primary structure to predict the secondary, tertiary and quaternary structure of proteins. That means when molecule is being added in a water, like according to the environment there will be folding. Like for example, if I add a protein primary structure in a water medium, we could see that it folds in such a way that the amino acids with hydrophobic nature will clump in the middle forming the core, and the hydrophilic amino acids will be on the periphery. But the condition will be different, that is folding will be different if I put it in a lipid medium. That means in that condition hydrophilic amino acids will form the core. അതെല്ലാം ഇങ്ങനെ ഒളിച്ച് ഉള്ളിലോട്ട് പോകും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ലിപ്പിഡ് കണ്ടീഷനിൽ നിന്ന് മാറി ഉള്ളിലോട്ട് പോകും. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് പുറമെ പെരിഫറിയിലായിരിക്കും കാണുന്നത്. സോ ഫോൾഡിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി എൻവയൺമെൻറ്റ്, ദ മീഡിയം ഇൻ വിച്ച് വി ആഡ് ഇറ്റ്. Okay, so and using this concept we have developed bioinformatic അല്ലെങ്കിൽ computer softwares to predict the folding of a പ്രോട്ടീൻ അല്ലെങ്കിൽ ടു പ്രിഡിക്റ്റ് ദ ഫങ്ഷൻ. ഫോൾഡിങ് എങ്ങനെയായിരിക്കും അതിൻ്റെ ബേസിസിലായിരിക്കും ഫങ്ഷൻസും. ഈ ഫോൾഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആ ഫോൾഡിങ്ങിൻ്റെ ബേസിസിലായിരിക്കും ഒരു എൻസൈം ബൈൻഡിങ് സൈറ്റോ ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്, ഒരു പ്രോട്ടീൻ ഒരു എൻസൈം ഇപ്പോൾ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബൈൻഡിങ്ങിൻ്റെ ആ ഫോൾഡിങ്ങിൻ്റെ ബേസിസിലായിരിക്കും ആക്റ്റീവ് സൈറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. So it's very important. Folding of a protein is very important to predict its function. Okay, so there are so many softwares have been developed to indicate the function of this to predict this secondary, tertiary structure and thereby predict the function. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ എന്ത് ഫംഗ്ഷൻ വരും ഈ ഒരു പ്രോട്ടീനിൽ. ഇപ്പോൾ ഞാൻ ഒരു അമിനോ ആസിഡ് സീക്വൻസ്, എൻ്റെ ഒരു റോ സീക്വൻസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഫോൾഡ് ആയാൽ എങ്ങനെ വരും, ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ എന്ത് ഫംഗ്ഷൻ വരും, എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരും, ദാറ്റ് ക്യാൻ ബി പ്രിഡിക്റ്റഡ് യൂസിങ് ദിസ് സോഫ്റ്റ്വെയർസ്. And that capacity of moving away from the water molecule and to stay within the core, ആ ഒരു concept is known as the hydrophobic collapse. Hydrophobic
collapse. And as I said, this leads to the formation of domains ആയിക്കോട്ടെ, receptors ആയിക്കോട്ടെ, receptor binding site ആയിക്കോട്ടെ, enzyme